തിരുവനന്തപുരം ശ്രീവരാഹത്ത് വൃദ്ധയെ വീട്ടിനുള്ളിൽ ആക്രമിച്ച് 10 ലക്ഷം രൂപയുടെ സ്വർണം കൊള്ളയടിച്ചു. ഇന്ന് രാവിലെയാണ് ഈ സംഭവം പുറംലോകം അറിയുന്നത്. മുക്കോലയ്ക്കൽ ക്ഷേത്രത്തിന് സമീപത്തെ ശിവം അപ്പാർട്ട്മെന്റിൽ ഇന്നലെ രാവിലെ 10:30 ആയിരുന്നു കവർച്ച. 65 വയസ്സുള്ള ചന്ദ്രയെയാണ് നഗരസഭാ ജീവനക്കാരെന്ന വ്യാജേന എത്തിയ ഒരു സ്ത്രീ ഉൾപ്പെടെയുള്ള 4 സംഘം കൊള്ളയടിച്ചത്. ആക്രമണത്തിന്റെ ആഘാതത്തിലാണ് അമ്മയെന്ന് മകൻ വിഷ്ണു ന്യൂസ് 18നോട് പറഞ്ഞു. അങ്ങനെ തന്നെയാണെന്നാണ് അവർ പറഞ്ഞത്. കോർപ്പറേഷൻ്റെ ഇതാണ്. അപ്പോൾ ജസ്റ്റ് തുറന്നിട്ട് നിങ്ങൾ ഈ വേസ്റ്റ് ഒക്കെ എവിടെ കളയണ രീതിയിലാണ് സംസാരിച്ചത്. പ്രായമുള്ള ആളുകളാണോ അങ്ങനെ എന്തെങ്കിലും? അല്ല, ഈ ആദ്യം വന്ന് തട്ടിയവർ ഏകദേശം 40-50 ഇടയിൽ ഉള്ള രീതിയിലാണ് പുരുഷനും സ്ത്രീയും. അപ്പോൾ ഈ സ്ത്രീയാണ് സംസാരിച്ചതാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ അമ്മയോട് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, ഞങ്ങൾ വാടകയ്ക്കുള്ളവരാണ്, ഇവിടെ നമുക്ക് വലിയ ബന്ധമില്ല, ഇവിടെ ആയിട്ട് നമുക്കൊരു ഇതില്ല, അപ്പോൾ നമ്മൾ ഓണറിൻ്റെ നമ്പർ തരാൻ പറഞ്ഞപ്പോൾ അതേമാതിരി അമ്മ വാതിൽ തിരിച്ചും കുറ്റിയിട്ടിട്ട് മൊബൈലിൽ എടുത്തിട്ട് ഓണറിൻ്റെ നമ്പർ കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് ചെറുതായിട്ട് തുറന്നിട്ടുള്ളൂ. അപ്പോഴും ഫുള്ളായിട്ടൊന്നും തുറന്നിട്ടില്ല. അതിൽ ചെറുതായിട്ട് തുറന്നപ്പോൾ ഒരു 9 എന്തോ സ്റ്റാർട്ടിംഗ് ആണ് നമ്പർ മൊബൈലിൽ. അത് പറഞ്ഞ് തുടങ്ങുമ്പോഴാണ് ഈ സ്ത്രീയെയും പുരുഷനെയും തട്ടി മാറ്റി ബാക്കിൽ നിന്ന് 2 പേര് കയറി. അതായത് എല്ലാവരും ഒരുമിച്ചാണോ എനിക്ക് അപ്പോൾ ഇവരും ഒന്നും അതിൽ റിയാക്ട് ചെയ്യണില്ല. അവർ സുഖമായിട്ട് അവർ ബാക്കിൽ നിന്ന് 2 പേര് കയറി ഉള്ളിൽ കയറി അമ്മയുടെ ഈ ചെറുതായിട്ട് തുറന്നിരുന്ന വാതിൽ ഫുള്ളായിട്ട് തള്ളി അകത്ത് കയറി. വള കുറച്ച് ടൈറ്റായിരുന്നു അമ്മയുടെ കയ്യിൽ. അപ്പോൾ വളയൊക്കെ അത് ഊരാൻ വേണ്ടി ആ 2 പേര് നന്നായിട്ട് ബലം പ്രയോഗിച്ചിട്ടുണ്ട്. അതേമാതിരി ഇവിടെയും ഇവിടെയും ഇങ്ങനെ അടിച്ചിട്ട് മാലയും ഊരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ മാല ഇങ്ങനെ വലിച്ചൂരി എന്നാണ് അമ്മ പറയണത്. അമ്മയ്ക്ക് അത്രയ്ക്കും ആ ഷോക്കെന്ന് അറിയാലോ. വലിച്ചൂരി ബലമായിട്ട് തട്ടി ഇവിടെ അടുത്ത് ബെഡ്റൂമുണ്ട്, ആ ബെഡ്റൂമിൽ തട്ടിയിട്ടിട്ട് അവർ പോവാണ് ചെയ്തത്. അപ്പം അമ്മ ഒച്ചമകളൊക്കെ ഉണ്ടാക്കി, ഭയങ്കരമായിട്ട് ഒച്ചമകളൊക്കെ ഉണ്ട്. തൊട്ടടുത്ത് ഈ ഫ്ലാറ്റിലൊന്നും ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ വരുമ്പോഴേക്കും അവർ പോയി കഴിഞ്ഞു. എന്നിട്ട് ഇവിടുത്തെ ആൾ തന്നെയാണ് എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജോലിക്ക് പോയിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ തന്നെ അതാണ് സാഹചര്യം. ഏതായാലും തിരുവനന്തപുരത്തെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമായി അത് മാറുകയാണ്. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വി അരുൺ ഏറ്റവും പുതിയ വിവരമായി ചേരുന്നു. അരുൺ, നഗരസഭാ ജീവനക്കാരെന്ന വ്യാജേന വീട്ടിൽ കയറുന്നു, ഈ കൊള്ളയടിക്കുന്നു. ഇത് നമ്മൾ നടക്കുന്ന സംഭവമാണ്, നമ്മുടെ ടൗണിൽ നടക്കുന്ന സംഭവമാണ്. അത്രത്തോളം ഗൗരവമായി അതിനെ കാണുകയും വേണം. CCTVകളൊക്കെ ഉള്ള ഒരു സമയത്ത് ഇത്തരം മോഷണങ്ങൾ കുറവായിരിക്കുമെന്ന് നമ്മൾ വിചാരിച്ച ഇപ്പോൾ കൂടിയാണ് ഇങ്ങനെ സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്താണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ അന്വേഷണ വഴി? പ്രായമായവർ മാത്രം ഉള്ള വീടുകൾ അല്ലെങ്കിൽ സ്ത്രീകൾ മാത്രമുള്ള വീടുകളിലുള്ളവരെ വലിയ ആശങ്കയിലാക്കുന്ന സംഭവമാണ് ഇന്നലെ തിരുവനന്തപുരത്തുണ്ടായത്. ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഏറിയാൽ 2 കിലോമീറ്റർ മാത്രം അകലെയുള്ള സ്ഥലമാണ് ഈ മുക്കോലയ്ക്കൽ. അവിടെയാണ്, അതും വലിയൊരു ജനവാസ മേഖല, നിരവധി വീടുകൾ സ്ഥാപനങ്ങളും ഒക്കെയുള്ള ഒരു മേഖലയാണ് അവിടെയാണ് ഇന്നലെ രാവിലെ 10:30 4 സംഘം, ആദ്യം 2 പേർ അവിടെ എത്തുന്നു. നഗരസഭയിൽ നിന്നാണ്. നിങ്ങളെങ്ങനെയാണ് ഈ മാലിന്യം നീക്കം ചെയ്യുന്നത്, വീട്ടിലെ മാലിന്യങ്ങൾ എവിടെയാണ് കളയുന്ന കാര്യം ഒരു സ്ത്രീയും ഒരു പുരുഷനും വന്ന് ചോദിക്കുന്നു. തൊട്ടു പിന്നാലെ ഒരു ഫോൺ നമ്പർ എടുക്കാൻ ഈ അമ്മ അകത്ത് പോയി തിരികെ വരുമ്പോൾ 2 പേർ കൂടി എത്തി അവിടെ തള്ളിക്കയറി അവരെ മർദ്ദിച്ച് അവരുടെ മാലയും വളയും ഒക്കെ ഊരിയെടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അവർക്ക് നിലവിളിക്കാൻ പോലും ഒരുപക്ഷെ സമയം കിട്ടിക്കാണില്ല. അത്ര ഭയത്തിൽ അവർ ഭയമുണ്ടായി കാണാം അവർക്ക്. തൊട്ടടുത്ത് തന്നെ അതിനോട് ചേർന്ന ഈ അപ്പാർട്ട്മെൻറ്റ് തൊട്ടടുത്ത് തന്നെ മറ്റൊരു അപ്പാർട്ട്മെൻറ്റ്, അവിടെ ആളുകളുണ്ടായിരുന്നു. താഴത്തെ നിലകളിലും ആളുകളുണ്ടായിരുന്നു. പുറത്ത് ആൾ സഞ്ചാരമുള്ള വഴിയാണ്. പക്ഷേ ആ ഒരു സ്ഥലത്ത് തന്നെ ഇത്തരത്തിലുള്ളൊരു വലിയ കൊള്ള നടന്നിരിക്കുന്നു. ഇത് പെട്ടെന്ന് 2-3 പേർ വന്ന് കൊള്ളയടിച്ചതല്ല, പക്ഷേ കൃത്യമായി നിരീക്ഷിച്ച് വീട്ടിൽ അമ്മ മാത്രമേ 10 മണിക്ക് ശേഷം ഉണ്ടാവുകയുള്ളൂ. മകൻ ജോലിക്ക് പോകുന്നുണ്ട്. 10 മണിക്ക് ശേഷം അവർ മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ. തിരിച്ചറിഞ്ഞ് ചൊവ്വാഴ്ച ഇതേ വീട്ടിൽ 2 പേർ വന്ന് ആ ഭാഗത്ത് വന്നിരുന്നു. ആളെ കണ്ടെത്തിയിരുന്നു. അതിനുശേഷമാണ് കൊള്ളയടിക്കാനായി ഇന്നലെ എത്തിയത്. ഏതായാലും പോലീസ് അന്വേഷണം തുടരുകയാണ്. ഈ വീട്ടിൽ, ഈ അപ്പാർട്ട്മെൻറ്റിൽ CCTV ഇല്ല. നമുക്കറിയാം, ചുറ്റും CCTV ഉണ്ടെങ്കിൽ പോലും ഈ അപ്പാർട്ട്മെൻറ്റിൽ CCTV ഇല്ല. പക്ഷേ ആ വഴികളിലും ക്ഷേത്രത്തിൻ്റെ ഭാഗത്തുമൊക്കെ CCTVകളുണ്ട്. പോലീസ് അത് ശേഖരിക്കുന്നുണ്ട്. പ്രതികളിലേക്ക് എത്തി ഒരാൾ രാവിലെ തന്നെ കസ്റ്റഡി ഉണ്ടെന്ന സൂചനകളുണ്ട്. പക്ഷേ പോലീസ് സ്ഥിരീകരിക്കുന്നില്ല. ഏതായാലും അധികം വൈകാതെ പ്രതികളിലേക്ക് എത്താമെന്ന പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. പക്ഷേ വലിയ ആശങ്കയുണ്ടാക്കുന്ന, സ്വർണ്ണത്തിന് വില വർദ്ധിച്ചതോടുകൂടി ഇത്തരത്തിൽ സ്വർണം പിടിച്ചുപറിയും മോഷണവും ഒക്കെ വർദ്ധിക്കുകയാണ്. ക്ഷേത്രങ്ങളിൽ വലിയ കവർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തലസ്ഥാനത്ത് പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. അതിന് പുറമെയാണ് ഇങ്ങനെ ഒരു വൃദ്ധയെ ഇത്തരത്തിൽ ക്രൂരമായി ആക്രമിച്ച് മർദ്ദിച്ച് അവർക്ക് വലിയ ഒരു ട്രോമ സമ്മാനിച്ച് ഈ 10 ലക്ഷത്തോളം രൂപയുടെ സ്വർണവുമായി കൊള്ളക്കാർ കടന്നത്. അത് നഗരസഭാ ജീവനക്കാരെന്ന വ്യാജേനയാണ് അവർ എത്തിയത്. നേരത്തെയൊന്നും അവിടെ കണ്ടിട്ടുള്ള ആളുകളല്ല എന്നാണ് അമ്മയുടെ മകൻ വിഷ്ണു നമ്മോട് പറഞ്ഞത്. ഏതായാലും
പോലീസ് ഊർജിതമായി അന്വേഷിക്കുന്നുണ്ട്. പ്രതികളെ ഉടൻ പിടിയിലാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്നത്. ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയാണ് ഇങ്ങനെ ഒരു ആക്രമണം അപ്രതീക്ഷിതമായി ഉണ്ടാകുമ്പോൾ അവരുടെ മാനസിക നിലയ്ക്ക് തന്നെ അത് ബാധിക്കുന്ന അവസ്ഥ വരും. അതാണ് അമ്മ പറഞ്ഞത്. വലിയ ആഘാതത്തിലാണ് അമ്മ എന്ന് പറയുന്നു. ഇപ്പോൾ അവരുടെ ആരോഗ്യനില അടക്കം എങ്ങനെയുണ്ട്? നമ്മൾ ഈ സമയത്ത് നടന്നിട്ടും CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് വളരെ പെട്ടെന്ന് പ്രതികളെ പിടിക്കാനുള്ള എല്ലാ സംവിധാനവുമുള്ള സിസ്റ്റമാണ് നമ്മുടേത്. ആ തരത്തിൽ തന്നെ എല്ലാ തെളിവുകളും അല്ലെങ്കിൽ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഉള്ളത്. രാവിലെ തന്നെ പ്രതിയെ സംബന്ധിച്ച് സൂചനകൾ ലഭിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇതുവരെ അവർ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്ത് പറയുന്നില്ല. സ്വാഭാവികമായി 4 പേരാണ്. ഒരാളെ കസ്റ്റഡി എടുത്താൽ തന്നെ ബാക്കിയുള്ള ആളുകളിലേക്ക് എത്താൻ അനായാസം കഴിയും. ഈ അപ്പാർട്ട്മെൻറ്റിൽ ഒരിടത്തും CCTV ഇല്ല എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നമായി പറയുന്നത്. പക്ഷേ ചുറ്റുമുള്ള വഴികളിലുണ്ട്. ഈ ആളുകൾ വന്ന സ്വാഭാവികമായും ഇവർ ഇറങ്ങിപ്പോകുന്നതുമൊക്കെ വളരെ കണ്ട ആളുകളുണ്ട്. ഈ 4 പേരും ഈ അപ്പാർട്ട്മെൻറ്റ് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന കണ്ട ആളുകളൊക്കെ ഉണ്ട്. അവർ വളരെ കാഷ്വലായി ആളുകൾ ഇറങ്ങി പോകുന്നതിനപ്പുറത്തേക്കൊന്നും അവർക്കപ്പോൾ അസ്വാഭാവികത ഫീൽ ചെയ്യില്ല. ഏതായാലും അവരെ തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഏറെക്കുറെ പ്രതികളിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. പക്ഷേ ഇതൊരു അറസ്റ്റേ ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകൾ, സ്ത്രീകൾ, പ്രായമായവർ, വീട്ടിൽ പകൽ സമയത്ത് ഒറ്റയ്ക്കുണ്ടാകുന്ന ആളുകൾ, അവർക്കൊക്കെ വലിയ ആശങ്കയുണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. ഇവരെ മർദ്ദിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. മർദ്ദിച്ച ശേഷമാണ് മകൻ പറയുന്നത്, വളരെ കൃത്യമായി പറയുന്നത്, വളയൊന്നും ഊരിയെടുക്കാൻ കഴിയാത്ത അത്ര ടൈറ്റായിരുന്നു കയ്യിൽ. അത് ബലം പ്രയോഗിച്ച് ഊരിയെടുക്കുന്നു, മാല പൊട്ടിച്ചെടുക്കുന്നു, അവരെ മർദ്ദിച്ച് കട്ടിലേക്ക് തള്ളിയിടുന്നു. അങ്ങനെ വളരെ ക്രൂരമായ ഒരു 65 വയസ്സുള്ള ഒരു സ്ത്രീ അവർ സ്വാഭാവിക വലിയൊരു മാനസിക ആഘാതത്തിലൂടെ കടന്നു പോകും. അവർക്ക് ഇന്നലെ തന്നെ ആശുപത്രി കൊണ്ട് പ്രാഥമിക ചികിത്സയൊക്കെ നൽകിയിരുന്നു. മറ്റു മാരകമായ മുറിവുകളോ പരിക്കുള്ളല്ലോ. പക്ഷേ മനസ്സിനേറ്റ ആഘാതം ഒരു ഞെട്ടലിലാണ് ആ അമ്മ ഇപ്പോഴും എന്നാണ് മകൻ നമ്മോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. VV അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.